എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. മാർച്ച് 1 ഞായറാഴ്ചയും 2 തിങ്കളാഴ്ചയും മാസാദ്യത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായതിനാൽ തന്നെ റേഷൻ കട അവധിയാണ്. അതിനാൽ മാർച്ച് 3 ചൊവ്വാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും, അതായത് മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം വിഹിതങ്ങളാണ് ഈ മാസം ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. ഈ മാസത്തെ റേഷൻ വിതരണം നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ അന്ത്യോദയ അന്നയോജയ AOE മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മുൻഗണനാ വിഭാഗം PH പിങ്ക് വിഭാഗം റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി പൊതുവിഭാഗം സബ്സിഡി NBNS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നീല റേഷൻ കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരിയുണ്ട്. കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിൽ 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിന് കഴിഞ്ഞ 2 മാസം 2 കിലോ ആട്ടയാണ് ലഭിച്ചത്. പൊതുവിഭാഗം NBNS വെള്ള റേഷൻ കാർഡിന് ആകെ 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ മാസം കേവലം 2 കിലോ അരി മാത്രമാണ് ലഭിച്ചത്. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള കാർഡിനും 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ടോ കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. മറ്റൊന്ന് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടർക്ക് അനുവദിച്ചിരിക്കുന്ന മണ്ണെണ്ണ വിഹിതം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങാത്തവർക്ക് ഈ മാർച്ച് മാസത്തിൽ വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് വാങ്ങുവാൻ സാധിക്കുന്നത്. എല്ലാ റേഷൻ കാർഡുകാരും പ്രധാനമായിട്ടും ഈ ഒരു വിഹിതം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ റേഷൻ കാർഡുകാരും പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സപ്ലൈകോ സ്റ്റോക്കുകൾ വഴിയും സൂപ്പർ മാർക്കറ്റുകൾ വഴി എല്ലാം തന്നെ റേഷൻ കാർഡിന് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കുന്നതാണ്. അത് പുഴുക്കലരിയോ പച്ചരിയോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കൂടാതെ 50% വരെ വിലക്കുറവിൽ 13 സബ്സിഡി ഇനം പലവ്യഞ്ജനങ്ങൾ, അതായത് മുളക്, വെളിച്ചെണ്ണ, പഞ്ചസാര, ജയ അരി, കുറുവരി, മട്ട അരി പോലുള്ള റൈസ് 8 കിലോ വരെയും ഓരോ മാസവും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം ആവശ്യമുള്ളവർ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.